എനിക്ക് ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? SFI ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത്? അത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് SFIയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തൻ്റെ അഴിമതിയും തൻ്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെൻറ്റിൻ്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമകാരികൾക്കും ക്രിമിനലുകൾക്കും ജീവൻരക്ഷാ പരിവേഷം നൽകി, ജീവൻരക്ഷാ പ്രവർത്തകരുടെ പരിവേഷം നൽകി അക്രമം നടത്തി വന്നാൽ അവരെ മാലയിട്ട് സ്വീകരിച്ച് അവർക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യവും ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ക്ലിയർ ഡയറക്ഷൻ കൊടുക്കുന്ന മുഖ്യമന്ത്രിയും CPM-ഉം സിദ്ധാർത്ഥൻ്റെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപ്പട്ടികയിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയോ അമ്മമാരുടെ കരച്ചിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ കോളേജുകളിലേക്ക് അമ്മമാർ കുട്ടികളെ അയച്ചാൽ, വിദ്യാർത്ഥികളെ അയച്ചാൽ അവർ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളതിന് വ്യക്തമായൊരു ചിത്രവുമില്ല. ഈ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലടക്കം നടക്കുന്ന കാര്യം നമുക്കറിയാം. ഈ കോളേജുകളൊക്കെ തന്നെ ഒരുപാട് ക്രിമിനൽ സംഘങ്ങളുടെ താവളങ്ങളാക്കി മാറ്റി ആ താവളങ്ങളിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ കൂടെ നിൽക്കാത്ത ആളുകളെയൊക്കെ തന്നെ പീഡിപ്പിക്കുക, ആക്രമിക്കുക, കൊല്ലുക. ഇതെല്ലാം ഒരു ക്രിമിനൽ സംഘം ചെയ്യുമ്പോൾ ആ ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ അവർ എന്തു ചെയ്താലും അവർക്ക് സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള സന്ദേശം ദിനംപ്രതി നൽകാൻ, ഏത് കൊല നടത്തി വന്നാലും കൊല നടത്തിയവർക്ക് രക്ഷയുണ്ടാകുമെന്നുള്ള സന്ദേശം കൃത്യമായി കൊടുക്കാൻ ബദ്ധശ്രദ്ധനായിട്ടൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾക്ക് നിദാനമായിട്ടുള്ളത്. നമ്മൾ ലജ്ജിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുകയാണ്. SFI എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് ലജ്ജിക്കുകയാണ്. ഇതാണോ എത്ര നല്ലൊരു ചെറുപ്പക്കാരൻ ഭാവിയിലേക്ക് വേണം? ഈ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു പൊതുവായിട്ടുള്ള അംഗീകാരം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ ഇത്ര കുരുന്നിലെ അവനെ അരിഞ്ഞു വീഴ്ത്താൻ എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? എവിടെയാണ് ഈ കൊലപാതകികൾ വിചാരണ ചെയ്യപ്പെടുക? ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് സിദ്ധാർത്ഥൻ്റെ നീതിക്ക് വേണ്ടി ഉറപ്പാക്കും. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനെങ്കിലും എനിക്ക് അധ്യാപക സമൂഹത്തോടാണ് വീണ്ടും പറയാനുള്ളത്. അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല. പലർക്കും പറയാനുള്ള ഭയമുണ്ടായിരിക്കും. പക്ഷെ നിർഭയമായി തുറന്നു പറയണം. ഇത്തരം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാനുള്ള ആർജവം അധ്യാപകർ കാണിക്കുന്നില്ലെങ്കിൽ, നടപടിയെടുക്കാൻ അധ്യാപകരും ഡീനും തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ അധ്യാപകർ എന്ന് വിളിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ കൂട്ടങ്ങളുടെ ഭിക്ഷ യാചിച്ചു നിൽക്കേണ്ട ഗതികേടിലാണോ കേരള സമൂഹത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യം? ഇതിനവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ശക്തമായിട്ടുള്ള രീതിയിൽ സിദ്ധാർത്ഥൻ്റെ ഈ കുടുംബത്തിന് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും പോകാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ അറിയിക്കുകയാണ്.